എൻ്റെ ഉമ്മ എന്നോട് ഇടക്കിടക്ക് പറയാം, എടാ ഈ നുണ പറയരുത് കേട്ടോ, കളവ് പറയരുത് കേട്ടോ. ആ സമയത്തിലൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചരിത്രമുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ചെറുപ്പത്തില് പഠിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞേക്കുന്നുണ്ട്. തന്റെ വസ്ത്രത്തില് 40 സ്വർണ്ണ നാണയം തുന്നി കെട്ടുന്നുണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ വസ്ത്രത്തില്. അങ്ങനെ ആ ഉമ്മ അവസാനമായിട്ട് ഈ മൊഹീദ്ദീൻ ഷെയ്ഖിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്നുള്ളത്, മോനെ നീ ഒരിക്കലും കളവ് പറയരുതെന്നാ. അങ്ങനെ യാത്ര തുടങ്ങി കുറച്ചായപ്പോ ആ കാഫില കൂട്ടത്തെ ആ കച്ചവട സംഘത്തെ എന്താണ്, ഒരു കൊള്ള സംഘം വന്നിട്ട് പിടികൂടുകയാണ്. എന്നിട്ട് അവരുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സമ്പത്തും കൊള്ളയടിക്കാണ്. എന്നിട്ട് ഈ ലാസ്റ്റ് ഈ കൊള്ളത്തലവൻ ചോദിക്കുന്നുണ്ട്, ഇനി ആരുടെങ്കിലും കയ്യില് വല്ലതും ബാക്കിയുണ്ടോ? അപ്പയാണ് ഈ ചെറിയ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഈ കുട്ടിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അപ്പൊ സത്യസന്ധനായിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ എൻ്റെ പോക്കറ്റിൽ തുന്നി തന്നിട്ടുള്ള 40 സ്വർണ്ണ നാണയം എൻ്റെ കയ്യിലുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ആ കൊള്ളസംഘം മുഴുവൻ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് ആ കൊള്ളത്തലവൻ ചോദിക്കുന്നുണ്ട്, ഈ എന്തിനാണ് സാധാരണ എല്ലാവരും നുണ പറഞ്ഞിട്ട് അവനെന്റെ കയ്യിലുള്ളത് സംരക്ഷിക്കല്ലേ ചെയ്യുക, എന്തിനാണ് നീ സത്യം പറഞ്ഞിട്ട് അതും കൂടി ഞങ്ങൾക്ക് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മൊയ്തീൻ ഷെയ്ഖ് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സാഹചര്യം വന്നാലും കള്ളം പറയരുതെന്ന്.